ഹലോ, എല്ലാവർക്കും മിന്നീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ. ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ച് അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാവേ. അതിനുവേണ്ടി ഒരു ബീറ്റ്റൂട്ട്, 5 സവാള അരിഞ്ഞത്, സവാളയിൽ ചെറിയ ഉള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ട് ഇനിയിപ്പം നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിയണം. ഇനി ഞാൻ ഈ ഒരു ചെറിയ ബൗളിനകത്ത് ഒരു ബൗള് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഒരു ബൗള് തൈരും, കട്ടത്തൈര് തന്നെ വേണേ. ഇനിയിപ്പം ബീറ്റ്റൂട്ട് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി ഇതുപോലെ പൊടി പൊടിയായിട്ട് ഇതാക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് കാണത്തുള്ളൂ. ഇനി നമുക്കൊരു ബൗളിനകത്ത് മിക്സിയുടെ ജാറിനകത്ത് നമുക്ക് തേങ്ങ ചിരവിതിട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇടുന്നുണ്ട്. ഇപ്പം 2 ആഴ്ച ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. എനിക്ക് ഒരു ചെറിയ ആശുപത്രി കേസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. ഇപ്പം ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹെൽപ്പിന് എൻ്റെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ ജസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ പരുവത്തിന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതുണ്ടാക്കുന്നത് നോക്കാം. ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയായതുകൊണ്ട് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ കാലായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ, അതിനകത്ത് കടുക്, ഉലുവായും കൂടി ഇട്ട്, കടുക് പൊട്ടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉലുവായും, പിന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞ ബീറ്റ്റൂട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി, ചെറിയ തീയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അത് നല്ല ഒരുപാട് വെന്ത് ഇതാകണ്ട, കുഴയണ്ട. ജസ്റ്റ് ഒന്ന് ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് എന്തോന്ന് ചൂടായി ഇതാക്കിയാൽ മതി. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അവരുടെ പണ്ടത്തെ ആൾക്കാരല്ലേ, അപ്പോൾ അവരൊക്കെ കൈയുടെ കണക്കാണ് അവരുടെ. അപ്പം നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ഉപ്പ് എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട്, എന്ന് വെച്ചാൽ അതിൻ്റെ കളറ് ചേഞ്ച് ആകരുത് ബീറ്റ്റൂട്ടിൻ്റെ. അതുപോലെ എല്ലാം നന്നായിട്ട് ചൂടായി കുറച്ച് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ബീറ്റ്റൂട്ടൊക്കെ പെട്ടെന്ന് വേവും. എന്നിട്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഒരു ചെറിയ ചട്ടി എടുത്ത് അതിനകത്ത് തൈര് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച ആ ബൗളിനകത്ത് എടുത്ത് വെച്ച തൈരില്ലേ, കട്ടത്തൈര്, അതാദ്യം ഒഴിച്ചിട്ട്, പിന്നെ അതിനകത്ത് നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് അരച്ച് വെച്ചില്ലേ, ആ അരപ്പ് കൂടെ ഇതിനകത്ത് ചേർക്കണം. കട്ടത്തൈര് തന്നെ എടുക്കണേ. പുളി ഒരുപാട് പുളി ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി പുളിയുള്ളത് എടുക്കാം. പുളി അത്ര ഇഷ്ടമില്ലാത്തവർക്ക് പുളിയില്ലാത്ത തൈര് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിനകത്ത് ഇതാക്കി വെച്ച് അതും കൂടെ മിക്സ് ചെയ്ത് ഈ തൈരിനകത്ത് അരപ്പ് കൂടെ മിക്സ് ചെയ്യണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം ബീറ്റ്റൂട്ട് തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇത് ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് വേവിച്ച് വെച്ചില്ല, അതെല്ലാം കൂടെ ഈ തൈരും അരപ്പിനകത്തോട്ടും മിക്സ് ചെയ്ത്, നമ്മൾ പിന്നെ ചൂടാക്കുന്നതേ ഇല്ല കേട്ടോ. തൈര് ഇട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കുക പോലും ചെയ്യാതെ അതിങ്ങനെ ഇതിനകത്ത് വെക്കണം, ചട്ടിക്കകത്ത് ഒഴിച്ച് വെക്കണം. അപ്പോൾ അതെല്ലാം മിക്സ് ആയി നല്ല ഇതുപോലെ